എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വിസേനെക്കുറിച്ചും കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിസേനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫിഷിങ്ങിന് വന്നേക്കുവാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ജീമ എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടാളുടെ കൂടി ഒന്ന് ഫിഷിങ്ങിന് പോവാണ്. മീൻപിടുത്തമാണോ ഒന്നും പറയാൻ പറ്റില്ല, കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും ഞങ്ങളൊന്ന് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതാ നമ്മുടെ ലേക്ക്. ഇതാണ് ജീമ, എൻ്റെ ഫ്രണ്ടാണ്. മോട്ടർ സെറ്റ് ചെയ്യുക. മറ്റേ ഇലക്ട്രിക്കൽ മോട്ടർ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. വലിയ ലേക്കാണ്. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല, കാരണം ചെക്കിങ് ഉണ്ട്, അവന്മാർ പണി തരും. എന്തായാലും വേണം, എനിക്ക് നീന്തൽ അറിയത്തില്ല, അത് വേറെ കാര്യം. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാൻ നല്ല ജാക്കറ്റൊക്കെ ഊരി നൈസായിട്ട് കൂടി ഇട്ട് ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് കാസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് കഴിയട്ടെ. ഇത് തെളിച്ചു വന്നു ഈ വെള്ളത്തിനൊക്കെ. അടിയിൽ കൂടെ മീൻ പോകുന്നവരെ കാണാം. നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലത്തെ ഒരു പുള്ളി അണ്ടർ ഫിഷിങ് ചെയ്യുന്നുണ്ടോ. പുള്ളിയുടെ ഇതാണ് അതിനകത്തൂടെ കാണുന്നുണ്ട്. അണ്ടർ ഫിഷിങ് ആണ്. മറ്റേ നമ്മുടെ ഗൺ ഷോട്ട് വെച്ചിട്ട് അടിക്കുന്ന പരിപാടിയാണ്. ഞങ്ങൾ വന്ന് നൈസായിട്ട് ബിയർ ജീവ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അരയല്ല പൈൻ്റാന്ന് തോന്നുന്നു സാധനം. അന്ന് ചെക്കിംഗ് ഒന്നും വന്നില്ലേ, കുഴപ്പമില്ല. എന്നാലും ഞാനും ജീവൻ നൈസായിട്ട് 2 ബിയറൊക്കെ അടിച്ച് ചില്ല് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ദാസില്ല വീത്തർ. പക്ഷേ നല്ല കാറ്റാണ് ഇവിടെ. എപ്പോഴും ആൾക്കാർ ചൂട് സമയമാകുമ്പോഴത്തേന് ടെൻ്റ് അടിച്ച് താമസിക്കുന്നതാണ്. അവർ ഈ ചൂട് കഴിയുന്നിടം വരെ ഇവിടെ കാണും. ഇതിനുമായിട്ട് മാത്രമായിട്ടുള്ളൊരു സ്ഥലമാണ്, ടെൻ്റ് അടിക്കാൻ വേണ്ടി മാത്രമുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ല ഓളും, രക്ഷയില്ലാത്ത രീതിയിൽ. ജീമ നല്ല നൈസായിട്ട് കാസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ കൊണ്ട്. മീനൊന്നും കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾ രണ്ടാളോടെ ചുമ്മാതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. പീ വന്നാത്തത് നല്ല കാറ്റാണ്, അത് കാരണമായിട്ട് ജീവൻ നല്ല സാധനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ കുമ്പിള് നോക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ കൂൺ കാണും. ചുമ്മാ കയറിയിട്ട് കൂൺ കയറി നോക്കാമല്ലോ. ഇവിടെ ഉള്ളു വെട്ടമുള്ളത്. കൂൺ പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്ന്. ജീവൻ പോലെ സാധനങ്ങളൊക്കെ എടുക്കുക. ഞങ്ങൾ ഈ കാട്ടിലൊന്ന് കയറട്ടെ. ഇങ്ങനത്തെ കുറേ നമ്മുടെ എന്താ പറയുക, ഈ ഐലൻഡുകളുണ്ട് ഈ വെള്ളത്തിന് ചുറ്റും. ഇതുപോലത്തെ കാട് പോലത്തെ സ്ഥലങ്ങൾ നല്ല രസമാണ്. പക്ഷെ ഇത് തിന്നുപോയി, പുഴു തിന്നുപോയി. കഴിഞ്ഞമാറ ഇത് കഴിഞ്ഞതാണ്. ഇതാ പോത്തൻ. ഇനിയുണ്ട്, വലിയ കുമ്പളുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ നൈസായിട്ട് ഇരിക്കാനായിട്ട് സ്ഥലമൊക്കെ ഉണ്ട്. നൈസായിട്ടിരുന്ന് ഒരു 2 എണ്ണമൊക്കെ വിട്ടിട്ട് കുമ്പള് നോക്കാം. ഇത് കണ്ടോ വേറെ സാധനം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇത് കണ്ടോ, അടുപ്പ് കൂട്ടി വെച്ചേക്കാണ്. ഇവിടെ മറ്റേ ബബ്യൂർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് മറ്റേ നമ്മുടെ അതിൻ്റെ പേര് മലയാളത്തിലുള്ള എനിക്കറിയത്തില്ല എന്നാന്നുള്ള കാര്യം, ഇംഗ്ലീഷിലും എനിക്കറിയത്തില്ല എന്താണെന്നുള്ള കാര്യം. അത് തിന്നുന്നതാണ്. അത് തിന്ന് ഈ മരമെല്ലാം മറിച്ചിട്ടേക്കുന്നതുണ്ടോ, 2 മരങ്ങൾ. ഞങ്ങളെന്തായാലും മെല്ലെ കൂണും വല്ലതും കിട്ടുമോ നോക്കട്ടെ. മീൻ എന്തായാലും ഇതുവരെയായിട്ടും കിട്ടിയില്ല. അതെ കുമ്പിള് കണ്ടോ, ഇത് പോയതാ, ചീത്തയത്. എനിക്കിത് അറിയാം കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് കുമ്പിള് പറിക്കാൻ വേണ്ടി പോകല്ലേ നമ്മുടെ ഈ ചൂട് സമയത്ത്. ജീവ അങ്ങോട്ടോട്ട് പോയി നോക്കട്ടെ എന്തായാലും. ഇതുണ്ട്, ഇതിങ്ങനെ മണ്ണിനിടയിൽ നിൽക്കും.
ഇത് വേറെ ടൈപ്പ് കുമിളാണ്. ഇത് പോയി, ഇത് മറ്റേ പുഴു തന്നു. അപ്പുറത്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെയുണ്ട്. മേളിലോട്ട് മെല്ലെ കയറി നോക്കട്ടെ എന്താ അവസ്ഥയിൽ. ജീമയ്ക്ക് എന്തോ സംഭവം കിട്ടിയിട്ടുണ്ടോ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കട്ടെ. ഇവിടെയുണ്ട്, ഇതുണ്ട്. ഇതാ ജിം നവീറിനേത്ത നർമാലിനെ. ഓ ബിസ്ചെറുവി പുഴുവില്ല. അതുപോലത്തെ രണ്ട് ഇവിടെ ഉണ്ട് ഒരു സാധനം. Нет, вот он еще один. Да, там рядом тоже есть. Вот поганка. അതിൻ്റെ അപ്പുറത്ത് വയ്ക്കുന്നുണ്ടാണ്. അത് കഴിക്കാൻ കൊള്ളാത്ത സാധനമാണ്. അതിനകത്ത് പുഴു കയറി. ഇത് നോക്കട്ടെ. это тоже червь. Да. ഇവിടെ ഉണ്ടൊരെണ്ണം. Смотри, короче, так, наушники. вот он нормально. ഇത് വലിയ കുഴപ്പമില്ലാത്ത സാധനമുണ്ട്, പുഴുവില്ല. Видишь, мохнатый? Да. Смотри, два разных. Где-то два разных. Видишь, сухой? Видишь, мохнатый? Да. Два и тех же бывают, два раза. അതിൻ്റെ വ്യത്യാസം കാണിച്ചു. ഏതാ ഗ്രൂസി? ഇതാ മറ്റേ ഇതിൻ്റെതും അത് കുറച്ച് ഉണങ്ങിയതും കുറച്ചുകൂടി ഇതായിട്ടുള്ളതാണ്. ഉൺശിച്ചു. ഇതിപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടിയത്. ഇത് കഴിക്കാൻ പറ്റുന്ന സംഭവം. ഇതിനെയും മുറിച്ച് നോക്കണം, ഇതിനകത്ത് പുഴു ഉണ്ടോ ഇല്ലയോ എന്താണെന്നുള്ളതിൻ്റെ അവസ്ഥ നോക്കട്ടെ. ഇവിടെ ലേക്കാണ്. അവിടെ വെള്ളം അടുപ്പിച്ചിട്ടുണ്ട്. Нет, мне уже около лодки рядом. Нам надо еще дальше идти надо. Надо пойти обратно вернуться. Да, сейчас я пакет берем, подожди. കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ഇവിടെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഉറുമ്പിൻ്റെ കൂടുണ്ട്, ഒരു രക്ഷയില്ല. ഒറ്റ കാട് പോലെ തന്നെ അവിടെ ഒരെണ്ണമുണ്ട് ആ ഭാഗത്ത്. വലിയ കോളനിയാണെന്നാണ് പറയുന്നതിനകത്ത്. എല്ലാ സെറ്റപ്പും ഉണ്ട്, ഒരു രക്ഷയില്ല. മറ്റേ ഒരു ക്ലിഷി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു നമ്മൾ കുത്ത് കടന്നൽ പോലത്തെ ഒരു സംഭവമാണ്. ആ സംഭവം ഇപ്പോൾ കുഴപ്പമില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് എല്ലാത്തിനകത്തും, പുല്ലിനകത്ത് എല്ലാത്തിനകത്തും ആ സാധനം ഉണ്ടായിരുന്നു. നമുക്ക് പണി കിട്ടിയത്. ജീമ പറഞ്ഞത് ഞാനങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങി അങ്ങനെ നടക്കലില്ല. പുള്ളി വിളിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ. മീനോ കിട്ടുന്നില്ല, എന്നാൽ പിന്നെ കുമ്പളെങ്കിലും പറിക്കാം. ജീമയ്ക്ക് അവിടെ എന്തോ സാധനം കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. പാമ്പുണ്ട് കേട്ടോ റഷ്യയിൽ കേട്ടോ. അത് ഈ തണുപ്പ് സമയമായി കഴിഞ്ഞാൽ മണ്ണിനടിയിൽ പോയിട്ട് 6 മാസം കിടന്ന് ഉറക്കവും കാര്യങ്ങളും ഒക്കെയാണ്. കരടി അതുപോലെ തന്നെ, അതും കഴിച്ചിട്ട് 6 മാസം പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയാം. ചില വെകിളി പിടിച്ച സാധനങ്ങൾ ഇറങ്ങും. കുഴപ്പമില്ല. എന്തായാലും ഞങ്ങളിങ്ങനെ നടന്ന് ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കുമ്പിള് പറിച്ചിങ്ങനെ നടക്കുക. നോക്കട്ടെ, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ മീൻ അടിക്കാൻ വേണ്ടി സാധ്യത ഉണ്ടായിരിക്കും. വൈകുന്നേരം ഒരു 6-6:30 ആകുന്ന സമയത്ത്. കമ്പൊക്കെ വിളിക്കട്ടെ. സോംബി പാറക്കെട്ട് കണ്ട്. പക്ഷെ ഈ പാറയ്ക്കൊന്നും വലിയ കട്ടിയില്ലാത്ത സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഇത് കണ്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ അല്ല. പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂന കൂട്ടിക്കുന്നൊരവസ്ഥയാണ്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കൊണ്ടായിരിക്കാം ഓരോ പീസായിട്ടാണ് കിടക്കുന്ന സാധനം. ഈ തടിയെല്ലാം കൂടെ കിടന്ന് പഴകിയല്ലേ ഈ പറഞ്ഞിട്ട് കല്ലാകുന്നതെന്നാണ് പറഞ്ഞു കേട്ടുള്ള ശാസ്ത്രം. തടി മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ മരങ്ങളുള്ള രാജ്യം റഷ്യ കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ ഇതിന് പറയുന്നത്, ബിബ്ലിയോതെക, വായനശാല, അതും റഷ്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും വലിയ രാജ്യവും റഷ്യയാണ്.
റഷ്യ വലിയൊരു സംഭവം തന്നെ, വലുതാണ്, എല്ലാം വലുതിലാണ് അവൻ പിടിക്കുന്നത്, ചെറിയൊരു പരിപാടിയില്ല. ജീവ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, നോക്കട്ടെ. ഈ എന്നാ വലിയ സാധനം നോക്കി ഒരു രക്ഷയില്ല കേട്ടോ നിൽക്കുന്നത്. ഇവിടെ ഉണ്ട് അതുപോലെ ചെറുവി ഇനി നർമാലേ. ഓ ഇത് അടിപൊളി സാധനമാണ്, പുഴുവൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കട്ടെ എന്താ അവസ്ഥയെന്ന്. അത് പുഴുവന്നു, ഇതും പുഴുവന്നു. ഇനി ഈ ഒരു ഇതിലേ ഉള്ളൂ പ്രതീക്ഷകളെ നോക്കട്ടെ. ചെറിയ പുഴുവന്നു നോക്കാം എന്തായാലും. ദൂരം മരമാണെന്നറിയാം, മറ്റേ ബബ്യൂർ എന്ന് പറയുന്ന ഈ സാധനം. അതിൻ്റെ ഫ്രണ്ട് 2 പല്ലുണ്ട്, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് ഏതാണ്ടുണ്ട്. ഇവിടെ അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഒരു വലിയ മരം വരെ മറച്ചിട്ടേക്കുക. അതുകൊണ്ട് അവിടെ 2 എണ്ണം, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെയുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോൾ നോക്കണം, മറ്റേ ചതുപ്പുണ്ടാകും, മനസ്സിലായതുകൊണ്ട് ചവിട്ടിയിട്ട് താഴുന്നുണ്ട്, നോക്കിയിട്ടേ നടക്കാവുള്ളൂ, അല്ലെങ്കിൽ പണി പാളും. എന്താ രസം അറിയാം, ഭയങ്കര ബ്യൂട്ടി കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ക്ലൈമറ്റും. ഇലയെല്ലാം പൊഴിഞ്ഞു തുടങ്ങി, മഞ്ഞിച്ച് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ള അടുത്ത്. അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആരോ ടെൻ്റ് അടിച്ച് ഫിഷിങ്ങിന് വന്നതാണ്, അവരെയാണുള്ളത്. കുറേ ആയി തീ കൂട്ടിയിട്ടിട്ട് പോയതിൻ്റെ ഈ സംഭവം കാര്യങ്ങളെല്ലാം. സ്റ്റൂള്, ബെഡ്, ഗ്ലാസ്, അതുകൊണ്ട് കുറേ സാധനങ്ങൾ കാര്യങ്ങളുണ്ട്, കുറേ കാലമായി. ഓയ് ബിലിൻ സ്മോത്രി യാ നഷോൾ. നമ്മൾ നടന്ന് അല്ല കിട്ടിക്കാനൊരു സാധനത്തെ കിട്ടിയതുകൊണ്ട് ഇവനാണ് കിങ്, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇമ്മയ്ക്ക് മീൻ അടിച്ചുണ്ട്, പക്ഷെ വലുതല്ല, ചെറുതാണ്, എടുത്ത് കളയാം. ഓക്കുൺ എന്ന് പറയുന്ന മീനാണ്. ഞാനും മറ്റേ വലിയ മീൻ എന്തായാലും അടിക്കുന്നില്ല, അവന് ചെറിയ നമ്മൾ വേറേനായിട്ട് തീറ്റിയിട്ട് മീൻ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നൈസായിട്ട് ഒരെണ്ണം അടിച്ച്, അവിടെ ഒരെണ്ണം ഉണ്ട്, നോക്കാം എന്തായാലും. എൻ്റെ തന്നെ ഇവിടെ കിടപ്പുണ്ട് സാധനം, നോക്കട്ടെ എന്താ അവസ്ഥയാണ്. ജിമിക്ക് അവിടെ കൊത്തുണ്ടെന്ന് തോന്നുന്നു ഭാഗത്ത്, നോക്കാം എന്തായാലും. എനിക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ഒരു ഓക്കും, അത്യാവശ്യം കുഴപ്പമില്ല. ജീമ പിടിച്ചതിനെക്കാട്ടി ഇച്ചിരി കൂടെ വലിയൊരു സാധനമാണ്, കുഴപ്പമില്ല. ഒരു രക്ഷയില്ല, വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും മീനടിച്ച് ചാവുകയാണ്. ഒരു 4-5 എണ്ണത്തെ ഇപ്പോൾ ഞാൻ തന്നെ പിടിച്ച് വിടുന്നിട്ട്. ഒക്കുൺ എന്ന് പറഞ്ഞ മീനാണ്. അതിനെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ, വീഡിയോ എടുക്കാൻ കിട്ടുന്നെങ്കിൽ ഞാൻ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ പരിപാടികളും നടക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൊത്തുണ്ടോ അവിടെ. Да, я видно, да. Давайте, котом. Смотри. Чебак? А, да, чебак, блин, да. Давай, поймаем. Вот он. ചിബാക്ക്. ഇത് ഞാൻ നമ്മൾ ചൂട് സമയത്ത്, ഈ സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിടിച്ചിട്ടുള്ള മീനാണ് ചിബാക്ക് എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരെണ്ണം. അവിടെ അത്യാവശ്യം കുറേ മീനെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ, ചെറുതൊന്നും കിട്ടിയില്ല, വലുതാ. ഇതാ ഓക്കും, ഇതിനടിയിലും കിടപ്പുണ്ട്, അതിനകത്ത് ഫുള്ള് ഓക്കുന്നുണ്ട്. Да, чебак здесь, слушай, здесь оставлю. Да, все. ജീമയ്ക്ക് പിടിച്ചൊരു ചിബാക്ക്, അന്യ സാധനം കേട്ടോ. Да, вот это да, нахлей по мне уже все. ഇത് അടിപൊളി സാധനം. എനിക്കിപ്പോൾ ഒരു ചിബാക്ക് അടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ എന്തായാലും കിട്ടിയില്ല. ഷൂക്കയ്ക്കായിരുന്നു കാസ്റ്റ് ചെയ്തത്. എന്തായാലും ഇവിടെ മീൻ അടിക്കുന്നുണ്ട് വൈകുന്നേരം ഈ സ്ഥലത്ത്. മീൻപിടുത്തം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ലൊരു ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ടോ, നല്ല പോവാ വീട്ടിലോട്ട്. കുറച്ച് ചെറിയ മീനെ കിട്ടി, ഓക്കും ചിബാക്ക്. നമ്മളെപ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതിൻ്റെ കുറേ സീസൺ ആകുമ്പോഴത്തേക്കിന്, തണുപ്പ് തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മൾ ഐസ് ഫിഷിംഗ് ഉണ്ട്, ആ സമയത്ത് കാണാൻ വേണ്ടി പറ്റും ആ മീനെയൊക്കെ പിടിക്കുന്നത്. ഷൂക്കനെ കിട്ടിയില്ല. ഷൂക്കനെ പണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് എൻ്റെ പഴയ വീഡിയോസ് കാര്യങ്ങൾ നോക്കി, ഫിഷിംഗ് വീഡിയോ നോക്കിയാൽ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും.
ഇത്രയും കൂണ് കാര്യങ്ങൾ കിട്ടി. കുമ്പിൾ ഇത്രയും പറിച്ചു. അങ്ങനെ സെറ്റ്. എന്തായാലും ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. ജിമേ നൈസായിട്ട് സാധനങ്ങളൊക്കെ എടുക്കുക. ഞാനും എടുത്തു, എല്ലാം ഒതുക്കി. ഇതാ ആ ഓത്തത്തെ И потом постепенно выводи на Луну. ആ പനിയായിരുന്നു. നല്ല കിഡുമായിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് കിട്ടി നൈസായിട്ട് അയക്കുന്നത്. നമുക്കിനി അങ്ങ് അവിടെ എത്തണം. ആ കാണാൻ വെട്ടം കണ്ടോ, അവിടെ എത്തണം. എന്നാലേ വീടിനടുക്കത്തുള്ളൂ. വീടിനടുത്തല്ല, പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലോട്ട് കുറച്ച് ദൂരം ഉണ്ട് പോകാൻ വേണ്ടി.